നമസ്കാരം. ഏവർക്കും ഇൻഫോ മീഡിയ കേരളത്തിലേക്ക് സ്വാഗതം. കേരളത്തിലെ ലക്ഷക്കണക്കിന് ആളുകൾക്ക് ആശ്വാസമായിക്കൊണ്ട് ജൂൺ മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണം ജൂൺ 24 മുതൽ ആരംഭിച്ചിരിക്കുകയാണല്ലോ. 1080 കോടി രൂപയാണ് ഇതിനായി സർക്കാർ അനുവദിച്ചിരിക്കുന്നത്. ബാങ്ക് അക്കൗണ്ടുകൾ വഴിയും സഹകരണ ബാങ്ക് ജീവനക്കാർ വഴി നേരിട്ടും പെൻഷൻ വിതരണം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ജൂലൈ 3-നകം വിതരണം പൂർത്തിയാക്കാനാണ് സർക്കാർ നിർദ്ദേശം. എന്നാൽ ചിലർക്ക് അക്കൗണ്ടിൽ പൈസ വരാത്ത കാരണങ്ങളും ഉണ്ടായിട്ടുണ്ട്. മുന്നും ഇതുപോലെ പരാതികൾ വന്നിട്ടുണ്ട്. അങ്ങനത്തെ അവസ്ഥ നിങ്ങൾ ഇത്തവണയും നേരിടുന്നുണ്ടോ എന്ന് കരുതുന്നുണ്ടോ? എങ്കിൽ നിങ്ങൾ ആശങ്കപ്പെടേണ്ടതില്ല. പെൻഷൻ ലഭിക്കാൻ വൈകുന്നതിന്റെ പ്രധാന കാരണങ്ങൾ എന്തൊക്കെയാണെന്നും ഇനി തുക ലഭിക്കാൻ നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എന്നും ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ വിശദമായി പരിശോധിക്കാൻ പോവുകയാണ്. വീഡിയോ പൂർണ്ണമായും കാണാൻ ശ്രദ്ധിക്കുക. ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ആദ്യമായി എന്തുകൊണ്ടാണ് ചിലർക്ക് മാത്രം പെൻഷൻ വൈകുന്നത് എന്ന് നോക്കാം. ഇതിന് പ്രധാനമായും 4 കാരണങ്ങളാണ് ഉള്ളത്. ഒന്നാമത്തേത് വിതരണത്തിലെ കാലതാമസം. പെൻഷൻ വിതരണം ഒരേ സമയം എല്ലാവർക്കും ലഭിക്കണമെന്നില്ല. സഹകരണ സംഘങ്ങൾ വഴിയും ബാങ്കുകൾ വഴിയും ഘട്ടം ഘട്ടമായാണ് തുക കൈമാറുന്നത്. അതുകൊണ്ട് തന്നെ ചില പഞ്ചായത്തുകളിലോ അല്ലെങ്കിൽ ചില ബാങ്കുകളിലോ തുക എത്താൻ 1-2 ദിവസത്തെ കാലതാമസം എടുത്തേക്കാം. ജൂലൈ 3 വരെ സമയമുള്ളതിനാൽ കുറച്ച് ദിവസം കൂടി കാത്തിരിക്കുക എന്നതാണ് ആദ്യത്തെ കാര്യം. രണ്ടാമത്തെ കാരണം മസ്റ്ററിംഗ് ആണ്. മസ്റ്ററിംഗ് സംബന്ധിച്ച പ്രശ്നങ്ങൾ. നിങ്ങൾ കൃത്യമായി മസ്റ്ററിംഗ് പൂർത്തിയാക്കിയിട്ടില്ലെങ്കിൽ പെൻഷൻ തടഞ്ഞു വയ്ക്കപ്പെടാം. ജീവിച്ചിരിപ്പുണ്ടെന്ന് തെളിയിക്കുന്ന ഈ പ്രക്രിയ എല്ലാ വർഷവും നിർബന്ധമാണ്. മൂന്നാമത്തേതായി ആധാർ ബാങ്ക് അക്കൗണ്ട് ലിങ്കിങ്, NPCI മാപ്പിംഗ്. നിലവിൽ സർക്കാർ ആനുകൂല്യങ്ങൾ എല്ലാ DBT ഡയറക്റ്റ് ബെനിഫിറ്റ് ട്രാൻസ്ഫർ വഴിയാണ് വരുന്നത്. നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടുമായി ആധാർ കാർഡ് ബന്ധിപ്പിച്ചിട്ടില്ലെങ്കിലോ NPCI മാപ്പിംഗ് നടന്നിട്ടില്ലെങ്കിലോ പണം അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആകില്ല. നാലാമത്തെ കാരണം വരുമാന സർട്ടിഫിക്കറ്റ് അപ്ഡേറ്റ് ചെയ്യാത്തത്. അനർഹരായവരെ ഒഴിവാക്കുന്നതിന്റെ ഭാഗമായി വരുമാന സർട്ടിഫിക്കറ്റ് ഹാജരാക്കാൻ സർക്കാർ ഇടയ്ക്കിടെ നിർദ്ദേശിക്കാറുണ്ട്. ഇത് കൃത്യസമയത്ത് നൽകാത്തവരുടെ പെൻഷൻ തടഞ്ഞുവെക്കാൻ സാധ്യതയുണ്ട്. മേൽപ്പറഞ്ഞ കാരണങ്ങൾ കൊണ്ട് നിങ്ങളുടെ പെൻഷൻ മുടങ്ങിയിട്ടുണ്ടെങ്കിൽ ഇനി എന്താണ് ചെയ്യേണ്ടതെന്ന് നോക്കാം. ആദ്യം തന്നെ സ്റ്റാറ്റസ് പരിശോധിക്കുക. നിങ്ങളുടെ പെൻഷന്റെ നിലവിലെ അവസ്ഥ എന്താണെന്ന് ഫോണിലൂടെ തന്നെ നിങ്ങൾക്ക് പരിശോധിക്കാം. ഇതിനായി സേവന പെൻഷൻ എന്ന സർക്കാരിന്റെ വെബ്സൈറ്റ് സന്ദർശിക്കുക. അതിൽ നിങ്ങളുടെ പെൻഷൻ ഐഡിയോ ആധാർ നമ്പറോ അല്ലെങ്കിൽ അക്കൗണ്ട് നമ്പറോ നൽകി നിങ്ങളുടെ സ്റ്റാറ്റസ് ചെക്ക് ചെയ്യാവുന്നതാണ്. പണം അക്കൗണ്ടിലേക്ക് അയച്ചിട്ടുണ്ടോ അതോ ഏതെങ്കിലും കാരണത്താൽ തടഞ്ഞു വെച്ചിരിക്കുകയാണോ എന്ന് അവിടെ വ്യക്തമായി കാണിക്കും. രണ്ടാമത്തേതായി അക്ഷയ കേന്ദ്രങ്ങളെ സമീപിക്കുക. ഫോണിൽ നോക്കാൻ മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാകാം. അടുത്തുള്ള അക്ഷയ കേന്ദ്രത്തിൽ പോയി ആധാർ നമ്പർ നൽകിയാൽ പെൻഷൻ സ്റ്റാറ്റസ് അറിയാൻ സാധിക്കും. മസ്റ്ററിംഗ് പരാജയപ്പെട്ടതാണെന്ന് കാരണമെങ്കിൽ അവിടെ വെച്ച് തന്നെ നിങ്ങൾക്ക് ബയോമെട്രിക് സംവിധാനം വഴി വീണ്ടും മസ്റ്ററിംഗ് ചെയ്യാവുന്നതാണ്. മൂന്നാമത്തേതായി ബാങ്കുമായി ബന്ധപ്പെടുക. സർക്കാർ പണം അനുവദിച്ചിട്ടും അക്കൗണ്ടിൽ വന്നില്ല എന്ന് സേവന വെബ്സൈറ്റിൽ കാണിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ബാങ്കിൽ പോയി ആധാർ ലിങ്കിങ്ങും NPCI മാപ്പിംഗും ആക്റ്റീവ് ആണോ എന്ന് പരിശോധിക്കുക. ഇല്ലെങ്കിൽ ഒരു ഫോം പൂരിപ്പിച്ച് നൽകി അത് ആക്റ്റീവ് ആക്കേണ്ടതുണ്ട്. നാലാമതായി വരുമാന സർട്ടിഫിക്കറ്റുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളോ അല്ലെങ്കിൽ രേഖകളോ തെറ്റുകളിലോ ആണെങ്കിൽ നിങ്ങളുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലെ പഞ്ചായത്ത് അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റി VEO നേരിൽ കണ്ട് വിവരങ്ങൾ അന്വേഷിക്കുകയും ആവശ്യമായ രേഖകൾ സമർപ്പിക്കുകയും വേണം. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ബാങ്ക് അക്കൗണ്ടിലേക്ക് പെൻഷൻ വരുന്നവർ ചിലപ്പോൾ മെസ്സേജ് വരാത്തതുകൊണ്ട് പണം വന്നില്ല എന്ന് കരുതാറുണ്ട്. പല ബാങ്കുകളും ചെറിയ തുകകൾ ഇപ്പോൾ SMS അയക്കാറില്ല. അതിനാൽ ബാങ്കിന്റെ ആപ്പ് വഴിയോ ATM വഴിയോ അല്ലെങ്കിൽ നേരിട്ട് ബാങ്കിൽ പോയോ ബാലൻസ് കൃത്യമായി പരിശോധിക്കുക. കൂടാതെ സഹകരണ ബാങ്ക് വഴി കൈകളിൽ പെൻഷൻ ലഭിക്കുന്നവർ നിങ്ങളുടെ വാർഡിലെ പെൻഷൻ വിതരണം ചെയ്യുന്ന ഉദ്യോഗസ്ഥനുമായി ആശയവിനിമയം നടത്തുക. അവർക്ക് ഫണ്ട് ലഭിക്കുന്നതിനനുസരിച്ചായിരിക്കും വിതരണം നടക്കുന്നത്. ജൂലൈ 3 വരെയാണ് വിതരണത്തിനുള്ള സമയം എന്നതിനാൽ കുറച്ച് ദിവസങ്ങൾ കൂടി ക്ഷമയോടെ കാത്തിരിക്കുക. എന്നിട്ടും ലഭിച്ചില്ലെങ്കിൽ മാത്രം ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ ചെയ്തു നോക്കുക. നിങ്ങൾക്ക് ജൂൺ മാസത്തെ പെൻഷൻ ലഭിച്ചോ? ലഭിച്ചവർ ഏത് ജില്ലയിൽ നിന്നാണെന്നും ബാങ്ക് വഴിയാണോ നേരിട്ടാണോ ലഭിച്ചതെന്നും താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അത് മറ്റുള്ളവർക്ക് ഒരു വലിയ സഹായമായിരിക്കും. പെൻഷനുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ മറ്റ് സംശയങ്ങളും താഴെ ചോദിക്കാവുന്നതാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്യുക. ഇതുപോലുള്ള കൂടുതൽ വിവരങ്ങൾ വേഗത്തിൽ അറിയാൻ ഇൻഫോ മീഡിയ കേരളം എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പുതിയൊരു അറിവുമായി മറ്റൊരു വീഡിയോയിൽ കാണാം. നന്ദി, നമസ്കാരം.